ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. ഒരു പുട്ടാണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിക്കോളും. എങ്കിൽ നമുക്ക് വേഗം പോയി എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യൽ കളർഫുൾ പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചുവന്ന ചീര എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലെ ആയാലും മതി, ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചീരയിലെല്ലാം ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചീരയുടെ തണ്ടൊന്നും നമ്മൾ എടുക്കണ്ട കേട്ടോ, ഇല മാത്രം എടുത്താൽ മതി. തണ്ടൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. ചീരയിലല്ലേ പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടിക്കോളും. ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചീര നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ആ റെഡ് കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത ചീരയിലയുടെ ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത്രയും വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. വെള്ളം കൂടിപ്പോയാലും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ വേഗം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ. നമ്മൾ കുക്ക് ചെയ്ത ചീരയെല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് അങ്ങ് മാറ്റാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരിപ്പൊടി, ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ടുപൊടി ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട കേട്ടോ, പുട്ട് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് പൊടി മാത്രമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമൊന്നുണ്ടെങ്കിൽ തോന്നുവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടവിട്ട് തേങ്ങയും ഈ പുട്ടുപൊടിയുടെ മിക്സും കൂടി നിറച്ച് കൊടുക്കാമേ. ഏറ്റവും മുകളിലായിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ചീരപ്പുട്ട് റെഡിയാണ്. നമ്മൾ ചീരയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുവന്ന ഇല തന്നെ എടുത്താൽ നമ്മുടെ പുട്ടും ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചീരയില അരച്ച് ചേർത്തെന്ന് വെച്ച് അതിൻ്റെ പേരിൽ ഇതിന് പച്ച ചുവയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണല്ലോ ചീരയില നമ്മുടെ പുട്ടുപൊടിയിലോട്ട് മിക്സ് ചെയ്തത്. പിന്നെ ഇലക്കറികളും ചീരയിലയും ഒന്നും കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് അവർ കഴിച്ചോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻ്റായിട്ട് പറയുക. റെസിപ്പീസിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. എല്ലാവരും ഈ ചീരപ്പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഒപ്പം നല്ല ഹെൽത്തിയാണ്. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മോമിൽ ഷെയർ ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്